ഇൻ, ഓൺ, അറ്റ്. കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ? ഈ ഒരൊറ്റ റൂള് മതി 50% ഡൗട്ട്സ് മാറി കിട്ടും. ഒരു ബിഗ് ഏരിയ, ഒരു ബിഗ് പ്ലേസ്, അതുപോലെ ടൈമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ബിഗ് ഏരിയ, പ്ലേസ്, ഇയർ. അതായത് ഇൻ ഇന്ത്യ എന്നാണ് നമ്മൾ പറയാ, ഇൻ കേരള എന്നാണ് പറയാ. ഇൻ ഇയർ വരുമ്പോൾ, അതായത് ഇൻ 2026 എന്നാണ് നമ്മൾ പറയാ. ഇയർ വരുമ്പോഴും ഒരു ബിഗ് ഏരിയ വരുമ്പോഴും ഒരു ബിഗ് പ്ലേസ് വരുമ്പോഴും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഒരു സർഫേസ് ആണെങ്കിൽ, ഒരു സർഫേസ് അതായത് ഒരു വാൾ, ദ വാൾ എന്ന് പറയുന്നത് ഒരു സർഫേസ് അല്ലേ. സർഫേസ് വരുന്ന സമയത്ത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഓൺ ദ വാൾ എന്നാ പറയാ, ഇൻ ദ വാൾ എന്ന് പറയില്ല. സർഫേസിന്റെ മുകളിൽ എന്നാ പറയാ. ചുമര് അല്ലെങ്കിൽ വാൾ എന്ന് പറയുന്നത് ഒരു സർഫേസ് ആണ്. ദ ഫോട്ടോ ഈസ് ഓൺ ദ വാൾ എന്നല്ലേ പറയാ. ഇത് സർഫേസ് ആണെങ്കിൽ ഓൺ വരും. അതുപോലെ ഒരു ഡേ ആണെങ്കിലും ഓൺ എന്നാ വരിക. ഓൺ മൺഡേ എന്നാ വരിക. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഒരു സ്പെസിഫിക് പോയിന്റ് ആണെങ്കിൽ, ഒരു ബിഗ് ഏരിയയിലുള്ള ഒരു സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ് ആയിരിക്കും. അറ്റ് കലൂർ. കലൂർ എന്ന് പറയുന്നത് എറണാകുളത്തുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ആ ഒരു ലൊക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ടൈം വരുമ്പോഴും ഒരു സ്പെസിഫിക് ടൈം വരുമ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. അറ്റ് 7:30 AM. ഐ വേക്കപ്പ് അറ്റ് 7:30 AM എവറി ഡേ എന്ന് പറയും. 7:30 ഒരു പെർട്ടിക്കുലർ ടൈമാണ്, ഒരു സ്പെസിഫിക് ടൈമാണ്. ആ സിറ്റുവേഷൻസിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. സോ ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇൻ, ഓൺ, അറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻ യൂസ് ചെയ്യുന്നത് ഒരു ബിഗ് ഏരിയ അല്ലെങ്കിൽ ഒരു പ്ലേസ്, ഒരു ഇയർ വരുമ്പോൾ. ഓൺ യൂസ് ചെയ്യുന്നത് സർഫേസ് അല്ലെങ്കിൽ ഒരു ഡേ വരുമ്പോൾ. അറ്റ് വരുന്നത് സ്പെസിഫിക് ലൊക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം വരുമ്പോൾ. വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, ഫോളോ ചെയ്ത് വെച്ചോ. ഇംഗ്ലീഷ് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. English Mitra. Stop worrying, start learning.